ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ഇഡിയം ആണ്. നത്തിങ് ഷോർട്ട് ഓഫ്. ബി നത്തിങ് ഷോർട്ട് ഓഫ്. ബി എന്നത് ആം, ഈസ്, ആർ, വാസ്, വേർ ഒക്കെ ആകാം. എന്താണ് ഈസ് നത്തിങ് ഷോർട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ? ഓൾമോസ്റ്റ് ദ സെയിം ആസ് എന്നാണ് അതിൻ്റെ മീനിങ്. നിയർ ദ സെയിം ലെവൽ ഓഫ്, ഒരേ ലെവലിൽ തന്നെ. അപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ദ പാർട്ടി വാസ് നത്തിങ് ഷോർട്ട് ഓഫ് എ ഡിസാസ്റ്റർ എന്ന് പറഞ്ഞാൽ ആ ഒരു പാർട്ടിയെ പറ്റിയാണ് പറയുന്നത്. ആ പാർട്ടി ഒരു ഡിസാസ്റ്റർ തന്നെ ആയിരുന്നു എന്നാണ്. നത്തിങ് ഷോർട്ട് ഓഫ് എ ഡിസാസ്റ്റർ എന്നാൽ ഒരു ഡിസാസ്റ്റർ എന്നാൽ ദുരന്തം. ആ പാർട്ടി ഒരു ദുരന്തത്തെക്കാളും കുറവല്ല, അതിലും ചെറുതല്ല എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. ഓൾമോസ്റ്റ് ദ സെയിം ആസ് ഡിസാസ്റ്റർ എന്നാണ് അതിനർത്ഥം. അപ്പോൾ ദ പാർട്ടി വാസ് നത്തിങ് ഷോർട്ട് ഓഫ് എ ഡിസാസ്റ്റർ. ലിവിങ് വിത്ത് ഹിം ഈസ് നത്തിങ് ഷോർട്ട് ഓഫ് എ ഹെൽ. അവൻ്റെ കൂടെ ജീവിക്കുന്നത് ഒരു ഹെൽ, ഒരു നരകത്തിന് തുല്യമാണ്. ഈസ് ഈക്വൽ ടു, ഒരു നരകത്തിന് തുല്യമാണ് എന്നർത്ഥം. അതിനേക്കാളും ഒട്ടും ചെറുതല്ല, അതിനേക്കാളും ഒട്ടും കുറവല്ല എന്നർത്ഥം. ലിവിങ് വിത്ത് ഹിം ഈസ് നത്തിങ് ഷോർട്ട് ഓഫ് എ ഹെൽ. ഒരു നരകത്തിന് തുല്യമാണ് എന്ന് പറയുന്നത് തന്നെയാണ് ഈ മീനിങ്. നത്തിങ് ഷോർട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ദ സെയിം ആസ്. ദ റിസൾട്ട്സ് വേർ നത്തിങ് ഷോർട്ട് ഓഫ് അമേസിങ്. റിസൾട്ട്സ് എല്ലാം വളരെ അമേസിങ് ആണ്, അമേസിങ് തന്നെയാണ്. ദ റിസൾട്ട്സ് വേർ അമേസിങ് എന്ന് പറയുന്നത് തന്നെയാണ് ദ റിസൾട്ട്സ് വേർ നത്തിങ് ഷോർട്ട് ഓഫ് അമേസിങ്. യുവർ ഡിസിഷൻ ഈസ് നത്തിങ് ഷോർട്ട് ഓഫ് സ്റ്റുപ്പിഡിറ്റി. നിങ്ങളുടെ ഡിസിഷൻ സ്റ്റുപ്പിഡിറ്റി എന്ന് പറയുന്ന ആ ഒരു സ്റ്റുപ്പിഡിറ്റി എന്ന ആ വാക്കിന് തുല്യമാണ്. നിങ്ങൾ എടുത്ത ഡിസിഷൻ വളരെ ഫൂളിഷ് ആയിട്ടുള്ളൊരു ഡിസിഷനാണ് എന്നാണ് അതിൻ്റെ മീനിങ്. യുവർ ഡിസിഷൻ ഈസ് നത്തിങ് ഷോർട്ട് ഓഫ് സ്റ്റുപ്പിഡിറ്റി. സ്റ്റുപ്പിഡിറ്റി എന്നാൽ ഫൂളിഷ്നെസ്, വിഡ്ഢിത്തം. ഹെർ റിക്കവറി ഈസ് നത്തിങ് ഷോർട്ട് ഓഫ് എ മിറക്കിൾ. അവളുടെ ഒരു റിക്കവറി, അവൾ റിക്കവർ ചെയ്ത ഒരു അസുഖത്തിൽ നിന്ന് റിക്കവർ ചെയ്തത്, അത് നത്തിങ് ഷോർട്ട് ഓഫ് എ മിറക്കിൾ. മിറക്കിൾ എന്ന് പറഞ്ഞാൽ അത്ഭുതകരമായിട്ടൊരു കാര്യം, അതൊരു മിറക്കിൾ തന്നെയാണ്. വാട്ട് യു ഡിഡ് ഈസ് നത്തിങ് ഷോർട്ട് ഓഫ് എ ബിട്രയൽ. ബിട്രയൽ എന്നാൽ വഞ്ചന. നിങ്ങൾ ചെയ്തത്, വാട്ട് യു ഡിഡ്, നിങ്ങൾ ചെയ്തത് ശരിക്കും ഒരു വഞ്ചന തന്നെയാണ്. അത് വഞ്ചനയേക്കാളും കുറഞ്ഞ ഒരു കാര്യം അല്ല. അപ്പോൾ വഞ്ചന തന്നെയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. വാട്ട് യു ഡിഡ് ഈസ് നത്തിങ് ഷോർട്ട് ഓഫ് എ ബിട്രയൽ. അപ്പോൾ നത്തിങ് ഷോർട്ട് ഓഫ് എന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോഴൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ, സബ്ജക്റ്റ് ഉപയോഗിക്കുക. അത് കഴിഞ്ഞാൽ ആം, ഈസ്, ആർ ഒക്കെ നമുക്ക് സബ്ജക്റ്റ് അനുസരിച്ച് ഉപയോഗിക്കാം, പ്രസൻറ്റ് ടെൻസ് ആണെങ്കിൽ. ഇനി പാസ്റ്റ് ടെൻസിലും ഉപയോഗിക്കാം. അവിടെ നമുക്ക് സബ്ജക്റ്റ് അനുസരിച്ച് വാസ് അല്ലെങ്കിൽ വേർ ഉപയോഗിക്കാം. അപ്പോൾ ആ സ്ട്രക്ചർ ഈസി ആയിട്ട് ഉപയോഗിച്ച് പ്രാക്ടീസ് ചെയ്യുക.